ഹായ് ഓൾ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്കൈഹോക്ക് ത്രൂ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്ത, അതായത് ലാംഗ്വേജ് വിസയിൽ ഫ്ലൈ ചെയ്ത അലിൻ്റെ മദറാണ്. വെൽക്കം ഇന്ത്യ. താങ്ക് യു. സുഖമാണോ? സുഖം. ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. അലിം വിളിക്കാറുണ്ടോ? അലിയും വിളിക്കാറുണ്ട്. 2-3 വട്ടം വീഡിയോ കോൾ ചെയ്ത് ക്ലാസ് റൂമും കാര്യങ്ങളും എല്ലാം കാണിക്കാറുണ്ട്. പോകുന്ന വഴി എല്ലാം കാണിക്കാറുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ് 100%. ഓക്കെ, അത് നമ്മളുടെ അടുത്ത് അലിൻ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പാർഷ്യൽ മൊഡ്യൂൾസ് ആയിരുന്നു. എത്ര മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു? 2 മൊഡ്യൂൾസ് ആയിരുന്നു. പിന്നെ ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പാസ്സായില്ലായിരുന്നു. ദെൻ അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് വിസ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനെപ്പറ്റി സംസാരിച്ചു. അപ്പം വില്ലിങ് ആയിരുന്നു. അപ്പം ദെൻ അത് പെട്ടെന്ന് തന്നെ പ്രോസസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആദ്യം ഞങ്ങൾ വേറൊരിടത്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ 1.5 വർഷമായിട്ടും അവർ കൊണ്ടുപോകുന്ന യാതൊരു ഇതും കാണിച്ചിട്ടില്ല. കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അധികവും വാങ്ങിച്ചു. അത് കഴിഞ്ഞാണ് അവൻ്റെ ഫ്രണ്ട് ജാസിമും ഫാദറും ഇവനും കൂടെ ഇവിടെ സ്കൈഹോക്ക് ഓവർസീസിൽ വരികയും അവരുടെ ബയോഡാറ്റ വാങ്ങിച്ചു വെക്കുകയും പിന്നെ ഇൻ്റർവ്യൂ നടത്തുകയും പിന്നെ പ്രിപ്പറേഷൻ ക്ലാസ്സൊക്കെയും കൊടുത്തു അവരുടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് പിന്നെ ഈ ഒരു ലാംഗ്വേജ് വിസയുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വില്ലിങ് ആയി. പെട്ടെന്ന് തന്നെ 2 ആഴ്ച കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ശരണിനോട് ചോദിക്കുമ്പോഴും അർജുനോട് ചോദിക്കുമ്പോഴും ഓഫീസിൽ പ്രണവിനോട് വിളിച്ച് ചോദിക്കുമ്പോഴും എല്ലാം പെട്ടെന്ന് 24/7 എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് റെസ്പോണ്ട് തന്നുകൊണ്ടിരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ ആ സ്കൈഹോക്ക് ഓവർസീസിൻ്റെ നമ്പർ പലരും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് FBയിലൊക്കെ ഇതിട്ടിരുന്ന് ആ ഒരു നമ്പർ പ്രകാരം ഒത്തിരിയും പേര് വിളിച്ചു. ഞാൻ അർജുൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒത്തിരി നല്ല ഫീഡ്ബാക്ക് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കേട്ടൊരു സന്തോഷം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആക്ച്വലി ഫാമിലി അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, അതായത് പോകുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പം ഞങ്ങൾ ത്രൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെ ചെന്നതിന് ശേഷവും നിങ്ങളുടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. കാരണം മുന്നോട്ട് ഇനി എന്തെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതാണ് നമ്മളെ ഒരു എന്താ പറയുക ബേസും അത് തന്നെയാണ്. ഞങ്ങൾ ഇത്രയും വർഷം അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അടുത്ത കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഇതിന് ശേഷം ഹൗസ് ഹോൾഡിങ്ങിനോട്ട് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ദെൻ അപ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അത് തന്നെയാണ് ഈ വിസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനുശേഷം അവർക്ക് ഇത് കൂടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു, അവന് പോകാൻ പറ്റിയ. ആക്ച്വലി ഇത് കുട്ടികൾ എപ്പോഴും മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോകും. അതായത് ഇപ്പം പോകാൻ പറ്റുന്നില്ല. ഓരോ ഇന്ത്യ കഴിയുന്തോറും അവർക്ക് സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻസിനെ എടുക്കുന്ന എണ്ണവും എപ്പോഴും കുറയാണ്. അതെ, ഓരോ ഇത് കഴിയും തോറും ഇത് ഡിഫിക്കൽട്ട് ആയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്. അതെ, എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഓരോ എംപ്ലോയീസും C1 വേണമെന്ന് പറയുന്ന എംപ്ലോയീസ് വരെ ഉണ്ട്. അപ്പം ബേസിക്കലി B1 മതിയെങ്കിലും C1 ചോദിക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോമ്പറ്റീഷൻ കൂടി പോകുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ജർമ്മനിയിൽ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. പക്ഷേ ഇതിലൊരു ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിടാൻ നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. അതായത് നമുക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ്. നമ്മളൊരു 6.7 lakhs ആണ് ബ്ലോക്ക്ഡ് വന്നിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചു കിട്ടുന്ന അതേ എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ വൺസ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ശേഷം അവിടെ നിന്ന് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ കുട്ടികൾ മോൻ്റെയൊക്കെ പോലെ അംബീഷനുള്ള ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു സ്കൈഹോക്ക് ഓവർസീസ് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളും ആക്ച്വലി നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്ന തന്നെയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടായാലും ഇപ്പോഴും ഞങ്ങൾ അസിസ്റ്റൻസ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഞങ്ങളോട് ഉള്ളിടത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ മോനൊക്കെ നല്ല ഹാപ്പിയാണ്. ഞാൻ ചോദിക്കുമ്പം പറയും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഏതായാലും ഇവിടെ വന്ന് എത്തിച്ചേർന്നല്ലോ. മോനെയും ഒത്തിരിയും പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം പറഞ്ഞു ഇതുപോലെ അർജുൻ്റെ നമ്പരും ശരണിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഓഫീസിലെ പ്രണവിൻ്റെ നമ്പരും നമ്മൾ കൊടുത്താലും ഓക്കെയാണ്. എന്തായാലും
കറക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 3 പേരുടെയും ആ അപ്ഡേഷൻ ഉണ്ടല്ലോ, എന്ത് ചോദിച്ചാലും അത് തരുന്ന ആ ടൈം ടു ടൈമുള്ള അപ്ഡേഷൻ, ഏത് നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഏർലി മോർണിംഗ് ആണെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മെസ്സേജ് എനിക്ക് തരും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. നമുക്കത് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ജർമ്മനി എന്ന ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അത് +2 കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ജർമ്മനിയിലേക്കുള്ള അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു ജർമ്മനിയിൽ ഇതുപോലെ ഓപ്ഷനുണ്ട്, സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി പഠിക്കും, അപ്പം പാരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഇവരുടെ മനസ്സിൽ വന്നു. ഞങ്ങൾക്ക് ജർമ്മനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി പഠിക്കുമല്ലോ, അപ്പം പാരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് ഇവരുടെ മോൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് അവൻ ജർമ്മൻ ചൂസ് ചെയ്തത്. അങ്ങനെ പിന്നെ ഇങ്ങനെ രണ്ടാമത് ആദ്യം കൊടുത്തെടുത്തൊന്നും ശരിയാഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൈഹോക്ക് ഓവർസീസിൻ്റെ ഓഫീസിനെ പറ്റി അറിയുകയും അവിടെ വന്ന് ബയോഡേറ്റയൊക്കെ തരികയും ചെയ്തത്. അപ്പോൾ അവരുടെ നല്ല ഒരു ഇതാണ് ഞങ്ങൾക്ക് റെസ്പോണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഇപ്പം ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എല്ലാ പിള്ളേർക്കും കിട്ടണമെന്നില്ല. അതിന് എക്സ്പെഷ്യലി നമ്മൾ പാർഷ്യൽ മൊഡ്യൂൾസ് ആണെങ്കിൽ നമുക്ക് എംപ്ലോയീസ് സെലക്ട് ചെയ്യുന്ന എണ്ണം കുറവായിരിക്കും. അപ്പം അതും നമുക്ക് 100 കുട്ടികൾ അല്ലെങ്കിൽ എക്സാമ്പിൾ നമുക്കൊരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെ പ്രൊഫൈലും ഒരു എംപ്ലോയിൻ സ്ഥലത്ത് പോകുമ്പോൾ അവർ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും 4 മൊഡ്യൂൾസ് ഉള്ള കുട്ടികളായിരിക്കും. അവരായിരിക്കും ആദ്യം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും അടുത്ത പാർഷ്യൽ മൊഡ്യൂൾസിന് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിലൂടെയാണ് ഈ പാർഷ്യൽ മൊഡ്യൂൾസ് സ്റ്റുഡൻസ് പോകുന്നത്. അതുപോലെ തന്നെ അവരോടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതുപോലെ നല്ലോണം സംസാരിക്കുകയും വേണം. അപ്പോൾ എസ്പെഷ്യലി പാർഷ്യൽ മൊഡ്യൂൾസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എങ്കിൽ മാത്രമേ അവരെ ലാംഗ്വേജ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അവർ തരത്തുള്ളൂ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിസയും കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെ എത്തണം എന്നുള്ളത് തന്നെയാണ്. ആത്മാർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് എങ്ങനെയെങ്കിലും അവരെത്തണം. അപ്പം ശരിക്കും ചെറിയൊരു ഒരു സപ്പോർട്ട് ഫാമിലിയും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് അവർക്ക് എത്താൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ്. ജർമ്മനിയിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അവന് ജർമ്മനിയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ജോർജിയയിലേക്ക് പോകണം ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ജോർജിയ ഒരിക്കലും ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റൂല. പക്ഷെ അവിടെ BSc നേഴ്സിംഗ് ഇംഗ്ലീഷ് തോട്ടിൽ പഠിക്കുന്നു എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ജോർജിയ ഒരു നല്ല ഓപ്ഷൻ അല്ല, കാര്യം അവിടെ പാർട്ട് ടൈം ഉണ്ടാവില്ല. പാർട്ട് ടൈം ഒരു ദരിദ്ര രാജ്യമാണ്. അപ്പം അങ്ങനെ കാര്യം ഞങ്ങൾ ജോർജിയയിലോട്ട് അവിടെ പോകണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികൾ വരുന്നുണ്ട്. അപ്പം നമ്മളത് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ അത് ഒരിക്കലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. അപ്പം ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങും ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ നമുക്ക് ബാച്ചിലേഴ്സ് ഉണ്ട്. ബാച്ചിലേഴ്സ് പഠിക്കുന്നതിന് അതിൻ്റെതായ പ്രിഫറൻസ് ഉണ്ട്, അത് പഠിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പം എന്ത് പഠിക്കുന്നു എന്നതിലുപരി നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ കുട്ടികൾ ലാംഗ്വേജ് നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മനിയിൽ നല്ലൊരു ഫ്യൂച്ചർ അവർക്കുണ്ട്. അത്രമാത്രം വേക്കൻസീസ് അവിടെ ഉണ്ട്, കറൻ്റ്ലി ഉണ്ട്. അപ്പോൾ അത് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. അപ്പോൾ ആദ്യം ലാംഗ്വേജ് റെഡി ആവട്ടെ. റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. അവിടെ നിന്ന് അവന് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്.